സുഹൃത്തുക്കളെ, എപ്പോഴെങ്കിലും നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വാങ്ങുമ്പോൾ 100 വട്ടം ചിന്തിക്കേണ്ടി വരാത്ത വിധം അത്രയും പണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ പാതിവഴിയിൽ അവസാനിക്കാതിരിക്കാൻ, കുട്ടികൾ ചോദിക്കുന്നതെന്തും അവർക്ക് നൽകാൻ, ഒപ്പം അഭിമാനിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സ്വന്തമായി ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. നിങ്ങളും ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക. കാരണം വാറൻ ബഫറ്റിനെപ്പോലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ, അവരെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരും സമ്പന്നരുമാക്കി മാറ്റിയ 8 കാര്യങ്ങളെക്കുറിച്ചാണ്, അത്തരം രഹസ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ബഫറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, അദ്ദേഹം ബഹളമുണ്ടാക്കാതെ നിശബ്ദമായി കഠിനാധ്വാനം ചെയ്ത് ശരിയായ തീരുമാനങ്ങളെടുത്ത് ലാളിത്യത്തോടെ ജീവിച്ചാണ് തന്റേതായ ഇടം കണ്ടെത്തിയത് എന്നതാണ്. സന്തോഷകരമായ കാര്യമെന്തെന്നാൽ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ കഴിയും എന്നതാണ്. ഇതൊരു വലിയ അത്ഭുതവിദ്യയൊന്നുമല്ല, വെറുമൊരു ചിന്താഗതി മാറ്റിയാൽ മതി, ഒപ്പം അല്പം സ്ഥിരതയും വേണം. അതുകൊണ്ട് വീഡിയോ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്, കാരണം ഈ 8 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. ശരി, അപ്പോൾ സമയം കളയാതെ യഥാർത്ഥ വളർച്ചയുടെ യാത്ര നമുക്ക് തുടങ്ങാം. നമ്പർ 1, നിങ്ങളുടെ ഉള്ളിലെ വളർച്ചയിൽ അഹങ്കാരം കാണിക്കരുത്. നിങ്ങൾ പുതിയതായി എന്തെങ്കിലും പഠിക്കുമ്പോൾ, കുറച്ചുകൂടി മികച്ചതായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും നേരിയതൊരു അഹങ്കാരം ഉള്ളിലേക്ക് കടന്നുവരാൻ തുടങ്ങും. ഇപ്പോൾ ഞാൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണ്, അല്ലെങ്കിൽ ഇനി എന്നെ ആരും ഒന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല എന്ന തോന്നൽ. ഇവിടെയാണ് മിക്ക ആളുകൾക്കും അടിതെറ്റുന്നത്. സുഹൃത്തെ, വളർച്ചയുടെ ആദ്യത്തെ ശത്രു അഹങ്കാരമാണ്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങി, പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, പുതിയ കാര്യങ്ങൾ പഠിച്ചു, പണം സമ്പാദിക്കാൻ തുടങ്ങി എന്ന് കരുതുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, നിങ്ങൾ ബാക്കിയുള്ളവരെക്കാൾ വളരെ മുന്നിലെത്തിയെന്ന്. നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകളെ നോക്കി ചിരിക്കാൻ തുടങ്ങുന്നു, അവരെ വില കുറച്ച് കാണാൻ തുടങ്ങുന്നു. എന്നാൽ ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങുന്നത്. കാരണം യഥാർത്ഥ വളർച്ച എന്നത് നിങ്ങൾ നിങ്ങളെത്തന്നെ മികച്ചതാക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്, അല്ലാതെ മറ്റുള്ളവരെക്കാൾ മികച്ചവനാകുമ്പോഴല്ല. ഞാനൊരു കുട്ടിയെ കണ്ടിരുന്നു. വളരെ കഠിനാധ്വാനിയായിരുന്നു. സ്വയം മെച്ചപ്പെടുത്തി അവൻ ഒരുപാട് മുന്നേറി. എന്നാൽ ഒരു സമയത്തിനു ശേഷം അവൻ ആളുകളെ താഴ്ത്തിക്കെട്ടാൻ തുടങ്ങി, മറ്റുള്ളവരുടെ ഉപദേശങ്ങളെ അവഗണിക്കാൻ തുടങ്ങി. പിന്നെന്തുണ്ടായി? ആരെക്കാളൊക്കെ മികച്ചവനാണെന്ന് അവൻ സ്വയം കരുതിയോ, അതേ ആളുകൾ ഒരു ദിവസം അവനെ പിന്നിലാക്കി മുന്നേറി. കാരണം അവൻ പഠിക്കുന്നത് അവസാനിപ്പിക്കുകയും പ്രകടനം തുടങ്ങുകയും ചെയ്തിരുന്നു. വാറൻ ബഫറ്റിന്റെ ഒരു കഥ വളരെ പ്രചോദനകരമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. എന്നാൽ ഇന്നും അതേ സാധാരണ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. അതേ പഴയ വീട്, അതേ ലളിതമായ വസ്ത്രങ്ങൾ, അതേ എളിമയുള്ള സ്വഭാവം. ആരെയും താഴ്ത്തിക്കെട്ടുക, ആരെയും തെറ്റാണെന്ന് തെളിയിക്കുക എന്നത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ശീലമായിരുന്നില്ല. ബഫറ്റ് പറയുന്നു, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്കിനിയും എത്ര കുറവ് കാര്യങ്ങളെ അറിയൂ എന്ന്. അതായത് നിങ്ങൾ എത്രത്തോളം പഠിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്കിനിയും എത്ര കുറച്ചേ അറിയൂ എന്ന്. ഈ ചിന്ത തന്നെയാണ് അദ്ദേഹത്തെ ഇന്നും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉദാഹരണം തന്നെ ഇതിനൊരു തെളിവാണ്. യഥാർത്ഥ എളിമയും നിരന്തരം പഠിക്കാനായുള്ള ആഗ്രഹവുമാണ് നിങ്ങളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്, അല്ലാതെ അഹങ്കാരമല്ല. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, തന്നെത്തന്നെ ഏറ്റവും മികച്ചവനായി കരുതാൻ തുടങ്ങുന്ന വ്യക്തിയാണ് വളർച്ചയുടെ കൊടുമുടിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആദ്യത്തെയാൾ എന്ന്. അതുകൊണ്ട് സുഹൃത്തെ, എന്ത് പഠിച്ചാലും എന്ത് പുരോഗതി കൈവരിച്ചാലും അതിൽ അഹങ്കാരം വെച്ചു പുലർത്തരുത്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതിനു പകരം ദിവസവും നിങ്ങളെത്തന്നെ കൂടുതൽ ഉയർത്തുക. വളർച്ചയെക്കുറിച്ച് അഭിമാനം അത്യാവശ്യമാണ്, എന്നാൽ അഹങ്കാരം ആപത്താണ്. കാരണം കരുത്തനായിരിക്കുമ്പോഴും ശാന്തമായിരിക്കുന്നതാണ് യഥാർത്ഥ എളിമ. നമ്പർ 2, നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടേതു മാത്രമാണ്, അതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ വലിയ കാര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ഉറക്കമൊഴിഞ്ഞ് നമ്മൾ കാത്തുസൂക്ഷിച്ച പ്രതീക്ഷകൾ എന്നിവയൊക്കെ നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവരോട് പറയാറുണ്ട്. അവർ നമ്മളെ അഭിനന്ദിക്കുമെന്നോ നമ്മളെ പ്രോത്സാഹിപ്പിക്കുമെന്നോ കരുതിയാണ് നമ്മളത് ചെയ്യുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ പലപ്പോഴും ഇതിന് വിപരീതമാണ് സംഭവിക്കുന്നത്. ഞാൻ കോടീശ്വരനാകും എന്ന് പറയുമ്പോൾ ആളുകൾ ചിരിച്ചുകൊണ്ട് പറയും, നീ സ്വന്തം ചെലവ് നോക്കാൻ പോലും കഴിയാത്തവനാ കോടീശ്വരനാകാൻ പോകുന്നത് എന്ന്. ഞാൻ റോൾസ് റോയ്സ് വാങ്ങുമെന്ന് പറയുമ്പോൾ ആളുകൾ മറുപടി പറയും, നിനക്കൊരു ആക്ടിവ തന്നെ വലിയ കാര്യമാണ് ഭായ് എന്ന്. അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, ആളുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളെയല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണുന്നത്, നിങ്ങളുടെ പോരായ്മകളാണ് കാണുന്നത്. ഏറ്റവും വലിയ കാര്യമെന്തെന്നാൽ, നിങ്ങളെപ്പോലെ വലിയ സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും കഴിവുണ്ടാകില്ല എന്നതാണ്. തന്റെ സഹപാഠികളോട്, ഒരു ദിവസം ഞാൻ സ്വന്തമായി ഒരു മൊബൈൽ ബ്രാൻഡ് ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. ആളുകൾ ചിരിച്ചു. ഒരു അധ്യാപകൻ പോലും അവനെ വിലക്കി, നീ ആദ്യം പാസ്സാകാൻ നോക്ക് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് അതേ കുട്ടി ഒരു വിജയകരമായ ടെക് സ്റ്റാർട്ടപ്പ് നടത്തുകയാണ്. അന്ന് ചിരിച്ചവർ ഇന്ന് നിശബ്ദരായി അവന്റെ പ്രൊഫൈലും വിജയകഥയും വായിക്കുന്നു. വാറൻ ബഫറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹവും തന്റെ തുടക്കകാലത്ത് വലിയ സ്വപ്നങ്ങൾ ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്നിരുന്നില്ല. അദ്ദേഹം തന്റെ ലക്ഷ്യങ്ങളെ ഉള്ളിലൊതുക്കി യാതൊരു ബഹളവുമില്ലാതെ തുടർച്ചയായി കഠിനാധ്വാനം ചെയ്തു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ സമ്പാദിക്കുമെന്ന്. അതായത് എത്രത്തോളം നിങ്ങൾ പഠിക്കുകയും
നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി നിശബ്ദമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ, അത്രത്തോളം വലിയ വിജയം നിങ്ങളുടെ പാദങ്ങളിൽ ചുംബിക്കും. ബഫറ്റ് തന്റെ സ്വപ്നങ്ങളെ കൂടുതൽ ആളുകളുടെ മുന്നിൽ വെച്ചില്ല, മറിച്ച് തന്റെ പ്രവർത്തനങ്ങളിലൂടെയും തീരുമാനങ്ങളിലൂടെയുമാണ് അദ്ദേഹം തന്റെ വിജയകഥ എഴുതിയത്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അതിരുകൾ എല്ലാവരോടും പറയരുത്, കാരണം എല്ലാവരും അതിനെ ബഹുമാനിക്കില്ല എന്ന്. അതുകൊണ്ട് സുഹൃത്തേ, നിങ്ങളുടെ സ്വപ്നം പൂർത്തിയാകുന്നതുവരെ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. കാരണം ആൾക്കൂട്ടത്തിനിടയിൽ പറയപ്പെടുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു തമാശയായി മാറാറുണ്ട്. എന്നാൽ ഹൃദയത്തിൽ നിശബ്ദമായി വളരുന്ന സ്വപ്നങ്ങളാകട്ടെ ഒരു ദിവസം ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കും. നമ്പർ 3, നിങ്ങളുടെ അടുത്ത നീക്കം ആരോടും പറയരുത്. ജീവിതത്തിൽ നിങ്ങൾ എന്താകാൻ സ്വപ്നം കാണുകയാണെങ്കിലും ശരി, ഒരു കാര്യം നന്നായി മനസ്സിലാക്കുക. നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിവെക്കുക. പലപ്പോഴും ആളുകൾ എന്താണ് ചെയ്യുന്നത്? ഒരു പുതിയ ഐഡിയ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോഴോ അവർ ആദ്യം പോയി തങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും കൂടെയുള്ളവരോടും പറയാൻ തുടങ്ങും, ഞാനിത് ചെയ്യാൻ പോവുകയാണ് എന്ന്, ഞാൻ ഈ ബിസിനസ്സിൽ പണം മുടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ മേഖലയിലേക്ക് കടക്കാൻ പോവുകയാണ് എന്ന് പറയും. ഇനി ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്നുകിൽ ആളുകൾ നിങ്ങളെ പിന്തിരിപ്പിക്കും, അയ്യോ ഇതിൽ വലിയ റിസ്ക്കുണ്ട്, നീ ചെയ്യരുത്, ഇത് നിനക്ക് പറ്റിയ പണിയല്ല, വിട്ടേക്ക് എന്ന് പറയും. അല്ലെങ്കിൽ മറ്റാരെങ്കിലും രഹസ്യമായി നിങ്ങളുടെ ഐഡിയ എടുത്ത് സ്വയം അത് പ്രാവർത്തികമാക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് മുൻപേ തന്നെ അവർ അത് വിപണിയിലിറക്കും. തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായി തന്റെ ബിസിനസ് ഐഡിയകൾ പങ്കുവെച്ചൊരു കുട്ടിയെ ഞാൻ കണ്ടിരുന്നു. 3 മാസത്തിനു ശേഷം അതേ വ്യക്തി അതേ പ്ലാനുമായി വിപണിയിലിറങ്ങി. ഇന്നുവരെ ആ കുട്ടി പശ്ചാത്തപിക്കുകയാണ്, ഞാൻ നേരത്തെ പറയാതിരുന്നെങ്കിൽ എന്നോർത്ത്. വാറൻ ബഫറ്റിന്റെ ഉദാഹരണമെടുക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകരിൽ ഒരാളാണ് അദ്ദേഹം. എന്നാൽ ഞാൻ ഈ കമ്പനിയിൽ നിക്ഷേപിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ ഇത്ര കോടി രൂപ നിക്ഷേപിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? തീർച്ചയുമില്ല. ബഫറ്റ് എപ്പോഴും നിശബ്ദമായി ഗവേഷണം ചെയ്യും, തീരുമാനങ്ങളെടുക്കും, എന്നിട്ട് എല്ലാം തീരുമാനമാകുന്നതുവരെ ഒരു വിവരവും മറ്റുള്ളവരുമായി പങ്കുവെക്കില്ല. ഒരിക്കൽ അദ്ദേഹം ഒരു കമ്പനിയിൽ വലിയൊരു നിക്ഷേപം നടത്തിയിരുന്നു. എന്നാൽ ഇടപാട് പൂർത്തിയായി ഷെയറുകൾ അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ലോകമതറിഞ്ഞത്. അദ്ദേഹം പറഞ്ഞിരുന്നു, കളിക്കളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കളിക്കാരാണ് കളി ജയിക്കുന്നത്, അല്ലാതെ സ്കോർ ബോർഡിലേക്ക് കണ്ണും നട്ടിരിക്കുന്നവരല്ല. അതായത് കളിക്കളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് കളി ജയിക്കുന്നത്, അല്ലാതെ എപ്പോഴും സ്കോർ ബോർഡിലേക്ക് കണ്ണും നട്ടിരിക്കുന്നവരല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യനും പറഞ്ഞിട്ടുണ്ട്, തന്റെ ഓരോ നീക്കവും പരസ്യം ചെയ്യുന്ന വ്യക്തി പലപ്പോഴും സ്വന്തം വലയിൽ തന്നെ കുടുങ്ങിപ്പോകുമെന്ന്. നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ ഐഡിയകൾ, നിങ്ങളുടെ കാഴ്ചപ്പാട്, ഇതൊക്കെ നിങ്ങളുടെ സമ്പത്താണ്. ഇവയെല്ലാം രഹസ്യമായി സൂക്ഷിക്കുക. കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ ലോകം അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ നിശബ്ദമായി ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ വിജയം സ്വയം സംസാരിക്കും. നിങ്ങളുടെ അടുത്ത നീക്കം നിങ്ങളുടേത് മാത്രമായിരിക്കണം. ആളുകൾ സ്വയം ചോദിക്കുന്ന വിധം അതത്രത്തോളം ഉയരത്തിൽ പറക്കുന്നതുവരെ. ഇത് നിങ്ങൾ എപ്പോൾ എങ്ങനെ ചെയ്തു എന്ന് അവർ ചോദിക്കുന്നതുവരെ. നമ്പർ 4, നിങ്ങളുടെ മോശം സമയത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥകൾ എല്ലാവരോടും വിളിച്ചു പറയരുത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പോരാട്ടങ്ങൾ, നിങ്ങൾ തനിച്ചിരുന്ന് കണ്ണീർ തുടച്ച ആ രാത്രികൾ, ഇവയെല്ലാം നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനമാണ്. എന്നാൽ എല്ലാവരും അതിനെ മാനിക്കില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ വേഗത്തിൽ വികാരാധീനരാകും. ആരോടെങ്കിലും ചെറിയൊരടുപ്പം തോന്നുമ്പോൾ തന്നെ സ്വന്തം ഹൃദയത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾ അവർ തുറന്നു കാണിക്കും. മുന്നിലുള്ള വ്യക്തി അത് മനസ്സിലാക്കുമെന്നും അഭിനന്ദിക്കുമെന്നുമാണ് അവർ കരുതുന്നത്. എന്നാൽ സത്യമെന്താണ്? പലപ്പോഴും ആളുകൾ സഹതാപത്തിന്റെ രൂപത്തിൽ നിങ്ങളുടെ വേദന നിറഞ്ഞ കഥകൾ കേൾക്കും. എന്നാൽ നിങ്ങളുടെ പുറകിൽ അതൊരു തമാശയായി മാറ്റും. എടാ, അവനൊക്കെ ഭക്ഷണം കഴിക്കാൻ പോലും പൈസയുണ്ടായിരുന്നില്ല, അവനൊക്കെ രാത്രി മുഴുവൻ കരയുമായിരുന്നു, പെൺകുട്ടികൾ അവനെ ഒഴിവാക്കുമായിരുന്നു. ഇതൊക്കെ കൈപ്പേറിയ സത്യമാണ് സുഹൃത്തെ. ലോകത്തിലെ മിക്ക ആളുകളും നിങ്ങളുടെ പോരായ്മകൾ കേൾക്കുന്നത് അതിൽ നിന്ന് പഠിക്കാനല്ല, മറിച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടാനാണ്. ഞാനൊരു കുട്ടിയെ കണ്ടിരുന്നു. വളരെ മോശം സമയം അനുഭവിച്ചവനാണവൻ. കടങ്ങൾ, തിരസ്കരണങ്ങൾ, കുത്തുവാക്കുകൾ. എന്നിട്ടും അവൻ ആരോടും ഒന്നും പറഞ്ഞില്ല. നിശബ്ദനായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്നവൻ വിജയിച്ചപ്പോൾ ആളുകൾ സ്വയം ചോദിക്കുന്നു, നീ ഇതെങ്ങനെ ചെയ്തു ഭായ് എന്ന്. അപ്പോൾ അവൻ പറയും, നിങ്ങൾ എന്നെ വീണുകിടക്കുന്നതായി കണ്ടപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു എന്ന്. വാറൻ ബഫറ്റിന്റെ കാര്യവും ഇങ്ങനെ തന്നെയായിരുന്നു. കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില അത്ര ശക്തമായിരുന്നില്ല. എന്നാൽ അദ്ദേഹം തന്റെ പോരാട്ടങ്ങളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും കഥ ഒരിക്കലും വലിയ അഭിമാനത്തോടെ പൊതുവേദിയിൽ പറഞ്ഞിരുന്നില്ല. കഷ്ടപ്പാടുകളുടെ കഥകൾ ഉള്ളിൽ തന്നെ നിശബ്ദമായി സൂക്ഷിക്കുന്നിടത്തോളം കാലം അത് കരുത്തായി മാറുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത ഏറ്റവും നല്ല കാര്യം ശരിയായ മാതൃകകളെ തിരഞ്ഞെടുത്തതാണ് എന്ന്. അതായത് ശരിയായ ആളുകളിൽ നിന്ന് പഠിക്കുകയും പോരാട്ടങ്ങളെ സ്വന്തം ഉള്ളിൽ ഒളിപ്പിച്ച് മുന്നേറുകയും ചെയ്യുക എന്നത്. ബഫറ്റിന്റെ വിജയരഹസ്യം ഇതാണ്. അദ്ദേഹം തന്റെ ദുർബല നിമിഷങ്ങളെ തന്റെ ശക്തിയാക്കി മാറ്റുകയും അവ ലോകത്തെ കാണിക്കുന്നതിനു പകരം സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ സ്വയം തെളിയിക്കുകയും ചെയ്തു. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ദുഃഖങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കാര്യങ്ങൾ എല്ലാവരോടും പറയരുത്, കാരണം ആളുകൾ മുറിവിൽ ഉപ്പുപുരട്ടാൻ കൂടുതൽ മിടുക്കരാണ് എന്ന്.
അതുകൊണ്ട് സുഹൃത്തെ, നിങ്ങൾ പൂർണ്ണമായും ഉയർന്നു വരുന്നതുവരെ നിങ്ങളുടെ വീഴ്ചയുടെ കഥകൾ ലോകത്തെ കേൾപ്പിക്കരുത്. കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ കരുത്ത്. ഈ ലോകത്തിന്റെ കൈപ്പേറിയ വാക്കുകൾക്ക് മുന്നിൽ അതിനെ ദുർബലമാക്കാൻ അനുവദിക്കരുത്. നമ്പർ 5. നിങ്ങൾ എന്തു പഠിച്ചു, ആരിൽ നിന്ന് പഠിച്ചു എന്നത് എല്ലാവരോടും പറയരുത്. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു നിലയിലെത്തണമെങ്കിൽ കഠിനാധ്വാനം മാത്രം പോരാ, പഠിക്കുന്നതും അത്രത്തോളം പ്രധാനമാണ്. എന്നാൽ അതിലും പ്രധാനമാണ് നിങ്ങൾ എന്തു പഠിച്ചു, ആരിൽ നിന്ന് പഠിച്ചു എന്നത്. ആരോടൊക്കെ പറയണം, പറയരുത് എന്ന് തീരുമാനിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? പുതിയ വല്ല പുസ്തകവും വായിച്ചാലോ, ഏതെങ്കിലും കോഴ്സ് എടുത്താലോ, ആരെയെങ്കിലും ഗുരുവായി കിട്ടിയാലോ ആളുകൾ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലിടും, ഇതാണ് എന്റെ പുതിയ കോഴ്സ്, ഇതാണ് ഞാൻ പഠിക്കുന്ന ഇടം എന്നൊക്കെ. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങൾ എവിടെ നിന്നാണ് പഠിക്കുന്നതെന്ന് ആളുകളോട് പറയുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ അവർ നിങ്ങളെ കളിയാക്കും, എടാ ഇവനിൽ നിന്നാണോ നീ പഠിക്കുന്നത്, ഇയാൾക്ക് തന്നെ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അവർ സ്വയം നിശബ്ദമായി അതേ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുകയും നിങ്ങളെക്കാൾ മുന്നിലെത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്കൊരു യഥാർത്ഥ സംഭവം പറയാം. ഒരു കുട്ടിയുണ്ടായിരുന്നു, വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അവൻ ഒരു പഴയ മൊബൈലിൽ നിന്ന് ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യാൻ തുടങ്ങി. അവൻ ആരോടും ഇത് പറഞ്ഞില്ല. 1 വർഷം കൊണ്ട് അവൻ ആ കാര്യം അത്രയും ആഴത്തിൽ പഠിച്ചെടുത്തു. ഇന്ന് അതേ കാര്യം വെച്ച് അവൻ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. നീ ഇത് എവിടെ നിന്നാണ് പഠിച്ചത് എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അവൻ വെറുതെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, എല്ലാവരും ഉറങ്ങുകയായിരുന്നപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു എന്ന്. വാറൻ ബഫറ്റിന്റെ കഥയും ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ്. അദ്ദേഹം കുട്ടിക്കാലം മുതലേ പുസ്തകങ്ങൾ വായിക്കുകയും സ്വയം പഠിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തന്റെ പഠനയാത്രകളെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും വലിയ ബഹളമുണ്ടാക്കിയില്ല. അദ്ദേഹം എപ്പോഴും നിശബ്ദമായി അറിവുകൾ നേടുകയും തന്റെ നിക്ഷേപ തീരുമാനങ്ങൾ സ്വയം എടുക്കുകയും ചെയ്തു. ബഫറ്റ് പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നിക്ഷേപം നിങ്ങളിൽ തന്നെയാണ് എന്ന്. അതായത് നിങ്ങളുടെ പഠനത്തിലും സ്വന്തം കഴിവുകളിലുമുള്ള നിക്ഷേപമാണ് ഏറ്റവും വലുത്. അദ്ദേഹം തന്റെ ഗുരുവായ ബെഞ്ചമിൻ ഗ്രഹാമിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ പോലും ലോകത്തിൽ വലിയ ശബ്ദത്തോടെ പ്രചരിപ്പിച്ചില്ല, മറിച്ച് തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ചെയ്തത്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യ എന്നത് ബഹളമുണ്ടാക്കാതെ നിശബ്ദമായി നേടിയെടുക്കേണ്ട ഒരു ധനമാണ് എന്ന്. അതുകൊണ്ട് സുഹൃത്തേ, നിങ്ങളുടെ കഴിവ് നിങ്ങളെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതുവരെ നിങ്ങളുടെ രഹസ്യ സ്രോതസ്സുകൾ നിങ്ങളുടെ പക്കൽ തന്നെ സൂക്ഷിക്കുക. കാരണം പഠനമെന്നത് ഒരു തപസ്സാണ്. അത് ശാന്തതയിൽ വളരുമ്പോഴാണ് ആ തപസ്സിന്റെ ഫലം കൂടുതൽ മധുരമുള്ളതാകുന്നത്. നമ്പർ 6. നിങ്ങളുടെ അടുത്ത വലിയ ലക്ഷ്യം ആരോടും പറയരുത്. ഈ ലോകത്ത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങളെയല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളെയാണ്. ഞാൻ 5 വർഷത്തിനുള്ളിൽ കോടീശ്വരനാകും എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറയുമ്പോൾ, ഞാൻ റോൾസ് റോയ്സ് വാങ്ങും, ഞാൻ ഇന്ത്യയിലെ അടുത്ത വലിയ ബിസിനസ് തുടങ്ങും, അപ്പോൾ 90% ആളുകളും നിങ്ങളെ ആ സമയത്ത് ഗൗരവമായി എടുക്കില്ല. അവർ ചിരിക്കും, കളിയാക്കും, പറയും, എടാ ഇതൊന്നും നിനക്ക് പറഞ്ഞ പണിയല്ല എന്ന്. എന്നിട്ട് ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ആ 10% ആളുകളുണ്ടല്ലോ, അവർ ഉള്ളിലിരുന്ന് ഭയപ്പെടുന്നുണ്ടാകും. കാരണം എങ്ങാനും ഇവൻ ശരിക്കും മുന്നിലെത്തുമോ എന്നവർ ചിന്തിക്കും. ഞാൻ ഒരു കുട്ടിയെ കണ്ടിരുന്നു, ഞാൻ സ്വന്തമായി ഒരു ആപ്പ് ഉണ്ടാക്കും എന്ന് അവൻ എല്ലാവരോടും പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കും. ആളുകൾ അവനെ പ്രോത്സാഹിപ്പിച്ചില്ല, മറിച്ച് അവന്റെ സുഹൃത്തുക്കൾ തന്നെ അവനെ വഴിതെറ്റിക്കാൻ തുടങ്ങി. ചിലർ അവന്റെ ശ്രദ്ധ തിരിച്ചു, ചിലർ അവന്റെ പ്ലാൻ ചോർത്തിക്കൊടുത്തു. അങ്ങനെ അവന്റെ സ്വപ്നം അപൂർണമായി തുടരുന്നു. ചാണക്യൻ എഴുതിയിട്ടുണ്ട്, നിശബ്ദതയിൽ വളരുന്നിടത്തോളം കാലമേ ലക്ഷ്യങ്ങൾ സുരക്ഷിതമായിരിക്കൂ എന്ന്. അതായത് നിങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന സ്വപ്നങ്ങൾക്ക് ശക്തി കൂടുതലായിരിക്കും. പെട്ടെന്ന് പുറത്തു പറയുന്നവയാകട്ടെ പുറത്തുള്ള നെഗറ്റിവിറ്റിയിൽ തട്ടിയില്ലാതായിപ്പോകും. വാറൻ ബഫറ്റിന്റെ ചിന്തയും ഇതുതന്നെയാണ്. അദ്ദേഹം തന്റെ തുടക്കകാലത്ത് വലിയ ലക്ഷ്യങ്ങളോ പ്ലാനുകളോ ആരോടും പറഞ്ഞിരുന്നില്ല. ആരും തന്നെ സ്വാധീനിക്കാതിരിക്കാനും ആർക്കും തന്റെ ഐഡിയ മോഷ്ടിക്കാൻ കഴിയാതിരിക്കാനും തന്റെ നിക്ഷേപ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും താൻ ഒട്ടുമിക്ക ആളുകളിൽ നിന്നും മറച്ചുവെച്ചു എന്ന് ബഫറ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വാക്കുകളുടെ ആവശ്യമില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ബഫറ്റിന്റെ നിശബ്ദമായ കഠിനാധ്വാനവും തന്ത്രങ്ങളും അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകരിൽ ഒരാളാക്കി മാറ്റി. അതുകൊണ്ട് സുഹൃത്തെ, നിങ്ങളുടെ അടുത്ത വലിയ ലക്ഷ്യം ആരോടും പറയരുത്. അത് പൂർത്തിയാകുന്നതുവരെ, അത് പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമേ വരില്ല. കാരണം നിങ്ങളുടെ വിജയം എല്ലാവരെയും നിശബ്ദരാക്കും വിധം ഉച്ചത്തിൽ സംസാരിക്കും. നമ്പർ 7. നിങ്ങൾ എത്രത്തോളം സഹായിച്ചു, ആർക്കൊക്കെ ദാനം നൽകി എന്ന് പരസ്യം ചെയ്യരുത്. നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, വിശക്കുന്നവന് ഭക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പാവപ്പെട്ടവന്റെ പഠനത്തിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തകർന്നുപോയ ഒരാൾക്ക് പ്രതീക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ സേവനമാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ആ സഹായത്തെ പരസ്യം ചെയ്യരുത്. ഇന്നത്തെ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? ആളുകൾ ഒരു പാവപ്പെട്ടവൻ ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് ഉടൻ തന്നെ മൊബൈൽ എടുക്കും. ബായ്, ഒന്ന് പോസ് ചെയ്തേ, സ്റ്റോറി ഇടാനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ പാവപ്പെട്ടവന് ഭക്ഷണം വേണമോ അതോ ക്യാമറയുടെ ഫ്ലാഷ് വേണമോ? ദാനവും പ്രകടനവും ഒരിക്കലും ഒരുമിച്ചു പോകില്ല. കാരണം സഹായത്തിന്റെ ലക്ഷ്യം പ്രശംസയാണെങ്കിൽ അതൊരു സേവനമല്ല, കച്ചവടമാണ്. ഞാൻ നിങ്ങളോടൊരു യഥാർത്ഥ സംഭവം പറയാം. ഒരു സമ്പന്നനുണ്ടായിരുന്നു.
കോടികളുടെ സ്വത്തുണ്ടായിരുന്നു. എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം സഹായിക്കുമായിരുന്നു. എന്നാൽ ആരും ഇതറിയാറില്ലായിരുന്നു. കാരണം അദ്ദേഹം തന്റെ പ്രവൃത്തികൾ ഒരിക്കലും പരസ്യം ചെയ്തിരുന്നില്ല. പിന്നീട് ഒരു ദിവസം പ്രായമായ ഒരാൾ മീഡിയയോട് പറഞ്ഞു, അദ്ദേഹം എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്നും. അപ്പോഴാണ് ആളുകൾ തിരിച്ചറിഞ്ഞത്, യഥാർത്ഥ ദാനം എന്നത് മനുഷ്യന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതാണ്, അല്ലാതെ അവന്റെ ദാരിദ്ര്യം വൈറലാക്കുന്നതല്ല എന്നും. വാറൻ ബഫറ്റും താൻ ചെയ്യുന്ന സഹായങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും വളരെ വിനയമുള്ളവനാണ്. യാതൊരു ബഹളവുമില്ലാതെ നൽകുന്നതാണ് യഥാർത്ഥ ദാനം എന്ന് അദ്ദേഹത്തിന് അറിയാം. ബഫറ്റ് തന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ചാരിറ്റിക്കായി നൽകിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരിക്കലും അത് പരസ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. സഹായത്തിന്റെ ലക്ഷ്യം മനുഷ്യത്വം മാത്രമായിരിക്കണം, അല്ലാതെ പ്രശംസയോ പ്രകടനമോ ആകരുത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെ പണക്കാരനാകാമെന്ന്. വാതിലുകൾ അടയ്ക്കുക. മറ്റുള്ളവർ അത്യാഗ്രഹികളാകുമ്പോൾ ഭയപ്പെടുക. മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ അത്യാഗ്രഹികളാകുക. അതായത് നിങ്ങളുടെ കാര്യങ്ങളിൽ സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും പ്രകടനങ്ങളെയും നോക്കിയല്ല. അദ്ദേഹത്തിന്റെ ഈ ചിന്ത തന്നെയാണ് അദ്ദേഹത്തെ വെറുമൊരു മികച്ച നിക്ഷേപകനാക്കുന്നതിനു പുറമെ ഒരു യഥാർത്ഥ മനുഷ്യനുമാക്കി മാറ്റുന്നത്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരമില്ലാതെയും പരസ്യം ചെയ്യാതെയും നൽകുന്ന ദാനം മാത്രമേ ഫലം നൽകുകയുള്ളൂ എന്ന്. അതുകൊണ്ട് സുഹൃത്തേ, നിങ്ങൾ ശരിക്കും ആരെയെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കാതെ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാക്കി മാറ്റുക. കാരണം ഒന്നും പറയാതെ തന്നെ ഒരാളുടെ ജീവിതം മാറ്റുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. നമ്പർ 8, നിങ്ങളുടെ വരുമാനം ആരോടും പറയരുത്. നിങ്ങൾക്ക് ശരിക്കും വളരെ വലിയ സമ്പന്നനാകണമെങ്കിൽ ആദ്യം എപ്പോഴും ഓർക്കേണ്ട കാര്യം നിങ്ങളുടെ വരുമാനമാണ്. നിങ്ങളുടെ വരുമാനം ആരോടും പറയരുത്. ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പരിചയക്കാരോടോ പറയരുത്. നിങ്ങളുടെ പണം നിങ്ങളും നിങ്ങളുടെ ഭാവിയും തമ്മിലുള്ള ബന്ധമാണ്. അത് പബ്ലിക്കാക്കരുത്. ഞാൻ നിങ്ങളോട് ചെറിയൊരു യഥാർത്ഥ സംഭവം പറയാം. വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയുണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം ചെറിയൊരു ബിസിനസ് തുടങ്ങി. കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാസം 40,000 50,000 ഒക്കെ വരുമാനം ലഭിക്കാൻ തുടങ്ങി. അദ്ദേഹം സന്തോഷിച്ചു. തന്റെ സന്തോഷത്തിൽ അദ്ദേഹം 2-3 പേരോട് അത് പറയുകയും ചെയ്തു. പിന്നെന്തുണ്ടായി? ഒരു ബന്ധു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ നല്ലപോലെ സമ്പാദിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഒന്ന് സഹായിക്കണമെന്ന്. രണ്ടാമൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണമുണ്ടല്ലോ, എന്റെ മകനെയും എവിടെയെങ്കിലും ഒന്ന് കയറ്റിവിടണമെന്ന്. എന്നാൽ വേറെ ചിലർ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. എടാ, ഇങ്ങനെ എത്രയോ ആളുകൾ സമ്പാദിക്കുന്നുണ്ട്, ഇതിലെന്താ ഇത്ര വലിയ കാര്യം? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, നിങ്ങളുടെ വരുമാനം നിങ്ങൾക്കൊരു നേട്ടമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് അതൊരു കാരണമായി മാറുന്നു, നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാൻ, നിങ്ങളോട് അസൂയപ്പെടാൻ, അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ. അതുകൊണ്ട് വാറൻ ബഫറ്റിന്റെ വാക്കുകൾ ഓർക്കുക. പണത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷ നിശബ്ദതയാണ്. നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നുവെന്ന് ആളുകൾക്കറിയാത്ത കാലത്തോളം നിങ്ങൾ അവർക്ക് തുല്യനാണ്. എന്നാൽ അവർക്കത് അറിയുന്ന നിമിഷം മുതൽ നിങ്ങൾ അവർക്ക് വെറുമൊരു സ്രോതസ്സായി മാറും. അസൂയയുടെയും പ്രതീക്ഷയുടെയും ചൂഷണത്തിന്റെയും ഒരു സ്രോതസ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനവും ബഹുമാനവും യഥാർത്ഥ വിജയവും വേണമെങ്കിൽ നിങ്ങളുടെ വരുമാനം നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുക. കാരണം ഓരോ യഥാർത്ഥ വിജയത്തിന്റെയും അടിസ്ഥാനം രഹസ്യം സൂക്ഷിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും യഥാർത്ഥ വിജയത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന മോട്ടിവേഷനും ഉപദേശങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഒപ്പം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരു സുവർണാവസരവും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കും. വരൂ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വിജയത്തിന്റെ ഈ യാത്രയിൽ എന്നോടൊപ്പം പങ്കുചേരൂ.